ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. IPLൻ്റെ പുതിയ സീസണിൽ വളരെ പരിതാപകരമായിട്ടുള്ള തുടക്കമാണ് രാജസ്ഥാൻ റോയൽസ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, കളിച്ച 2 മത്സരങ്ങൾ പരാജയത്തോടു കൂടിയാണ് സഞ്ജു സാംസൻ്റെ സംഘം പുതിയ IPL സീസണെ വരവേറ്റിട്ടുള്ളത്. അവസാന IPLൻ്റെ 2-3 സീസണുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു ഫ്രാഞ്ചൈസിയാണ് രാജസ്ഥാൻ റോയൽസ്. എന്നാൽ പെട്ടെന്നുള്ള ആ ഒരു മെഗാ ഓപ്ഷന് ശേഷം IPLലേക്ക് പുതിയ സീസണിലേക്ക് എത്തുമ്പോൾ ശരിക്കും തകർന്നടിയുന്ന പ്രകടനമാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ താരങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കുമാർ സംഗക്കാരയ്ക്ക് പകരം രാഹുൽ ദ്രാവിഡ് ഹെഡ് കോച്ചായി വന്നതിന് ശേഷം പുതിയ സീസണിലെ ആദ്യ 2 മത്സരങ്ങളും തോറ്റുകൊണ്ടാണ് RR തുടങ്ങിയിട്ടുള്ളത്. സോ രാജസ്ഥാൻ റോയൽസിൻ്റെ ആ ഒരു ഡീറ്റെയിൽ അനാലിസിസ് വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ കാണാത്തവർ ഒന്ന് കയറി കാണുക. നമുക്കറിയാം, പുതിയ സീസണിൽ തകർച്ചയോട് കൂടിയാണ് സഞ്ജു സാംസൻ്റെ സംഘം വന്നിട്ടുള്ളത്. ഇനി രാജസ്ഥാൻ റോയൽസിൻ്റെ 3ാം റൗണ്ട് പോരാട്ടം മാർച്ച് 30-ന് കരുത്തരായിട്ടുള്ള ചെന്നൈ സൂപ്പർ കിങ്സിനെതിരാണ്. ഗുവാഹട്ടിയിലെ ഹോം മത്സരത്തിലാണ് CSK RR നേരിടാൻ പോകുന്നത്. പുതിയ സീസണിലെ ആദ്യ പോരാട്ടത്തിൽ SRHനെതിരെ എവേ പോരാട്ടത്തിൽ 44 റൺസിന് പരാജയപ്പെട്ട രാജസ്ഥാൻ റോയൽസ് 2ാം റൗണ്ട് പോരാട്ടത്തിൽ ഹോം മാച്ചിൽ ഗുവാഹട്ടിയിൽ KKRനോടും പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ഒരു ദയനീയ തുടക്കം തന്നെയാണ് സഞ്ജു സാംസൺ സംഘത്തിന് പുതിയ സീസണിൽ ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. പരിക്ക് മൂലം ആദ്യ 2 മത്സരങ്ങളും ക്യാപ്റ്റൻസി റോളിൽ സഞ്ജു എത്തിയിരുന്നില്ല. ഇമ്പാക്ട് പ്ലെയറായിട്ട് ബാറ്റിങ്ങിന് മാത്രമായിരുന്നു അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ റിയാൻ പരാഗായിരുന്നു RRനെ നയിച്ചത്. സോ IPL ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രാജസ്ഥാൻ റോയൽസ് ഒരു IPL സീസണിലെ ആദ്യ 2 മത്സരങ്ങളും തോറ്റുകൊണ്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇനി 3ാം റൗണ്ട് പോരാട്ടത്തിൽ മാർച്ച് 30-ന് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടാൻ പോവുകയാണ് രാജസ്ഥാൻ റോയൽസ്. വിജയ് വഴിയിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ രാജസ്ഥാൻ റോയൽസിന് 11-ൽ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ താരങ്ങളെയാണ് RR അടുത്ത മത്സരത്തിൽ പുറത്തിരുത്തേണ്ടത്, അവർക്ക് പകരം ഏതൊക്കെ താരങ്ങളാണ് അവർക്ക് പകരം 11-ലേക്ക് കൊണ്ടുവരേണ്ടത്? സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ കായിക വാർത്തകൾ കൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. 3ാം റൗണ്ട് പോരാട്ടത്തിൽ മാർച്ച് 30-നാണ് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുവാഹട്ടിയിൽ രാജസ്ഥാൻ റോയൽസ് ഇറങ്ങാൻ പോകുന്നത്. ആദ്യ 2 മത്സരങ്ങൾ തോറ്റ RRനെ സംബന്ധിച്ച് 3ാം റൗണ്ട് പോരാട്ടം വളരെ നിർണായകം തന്നെയാണ്. കാരണം വിജയ് വഴിയിലേക്ക് തിരിച്ചെത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു വിന്നിംഗ് മെൻറ്റാലിറ്റി തിരികെ കൊണ്ടുവരേണ്ടതുണ്ട് രാഹുൽ ദ്രാവിഡിൻ്റെ സംഘത്തിന്. അപ്പോൾ രാജസ്ഥാൻ റോയൽസ് നിലവിൽ ഏതൊക്കെ താരങ്ങളായിരിക്കും പുറത്തിരുത്തേണ്ടത്, അവർക്ക് പകരക്കാനായിട്ട് ആരെയൊക്കെയായിരിക്കും കൊണ്ടുവരാൻ പോവുക? ആദ്യമായിട്ടും ബാറ്റിംഗ് ഓർഡറിൽ രാജസ്ഥാൻ റോയൽസിന് ഒരു പ്രധാനപ്പെട്ട മാറ്റം നടത്തേണ്ടതുണ്ട്. നിലവിൽ അവിടെ ബാറ്റിംഗ് ലൈനപ്പ് എന്ന് പറയുന്നത് ഓപ്പണിങ്ങിൽ യശസ്വി ജയ്സ്വാളിനൊപ്പം ബട്ട്ലർ പോയ വിടവിലേക്ക് സഞ്ജു സാംസൺ ഓപ്പൺ ചെയ്യാനെത്തുന്നു. 1 ഡൗണായി റിയാൻ പരാഗ് എത്തുന്നു. പിന്നീട് 4ാം നമ്പറിൽ നിതീഷ് റാണ എത്തുന്നു. പിന്നീട് വമ്പനാണ് കേരളത്തിൽ ഹെറ്റ്മെയറും ബാറ്റിങ്ങിന് കരുത്തേകുന്നുണ്ട്. എന്നാൽ ബാറ്റിംഗ് ഓർഡറിൽ ഒരു പ്രധാനപ്പെട്ട മാറ്റം അവർക്ക് അനിവാര്യമാണ്. നിതീഷ് റാണ ഇക്കഴിഞ്ഞ IPL ഓപ്ഷനിൽ ഏറെ പ്രതീക്ഷയോടുകൂടി രാജസ്ഥാൻ റോയൽസ് കൊണ്ടുവന്ന താരമാണ്. കഴിഞ്ഞ IPL ചാമ്പ്യന്മായിട്ടുള്ള KKRൻ്റെ പ്ലെയറാണ് നിതീഷ് റാണ. എന്നാൽ കളിച്ച 2 മത്സരങ്ങളും അദ്ദേഹത്തിന് RR ജേഴ്സിയിൽ തിളങ്ങാൻ സാധിച്ചില്ല. കളിച്ച 2 മത്സരങ്ങളിൽ നിന്ന് 19 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത്. സോ ബാറ്റിംഗ് ഓർഡറിൽ നിന്ന് നിതീഷ് റാണയെ അല്ലെങ്കിൽ 11-ൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താതിരിക്കുക. അതിന് പകരം നിലവിൽ അല്ലെങ്കിൽ IPLന് തൊട്ട് മുമ്പ് നടന്ന ആഭ്യന്തര ക്രിക്കറ്റിലടക്കം വളരെ നിർണായകമായ പ്രകടനം കാഴ്ചവെച്ച രാജസ്ഥാൻ റോയൽസിൻ്റെ യുവതാരം കുനാൽ സിംഗ് റാത്തോറിന് ഒരു അവസരം അവർക്ക് നൽകിയാൽ അത് ഒരു പക്ഷേ ഒരു മികച്ച തീരുമാനം തന്നെയായിരിക്കും. കാരണം RR ഇത്തരത്തിൽ വളർത്തിക്കൊണ്ടുവന്ന താരങ്ങൾ തന്നെയാണ് റിയാൻ പരാഗും യശസ്വി ജയ്സ്വാളും. സോ നിതീഷ് റാണയ്ക്ക് പകരം കുനാൽ സിംഗ് റാത്തോറിനെ കൊണ്ടുവരുവാണെങ്കിൽ വളരെ മികച്ച ഫോമിൽ കളിക്കുന്ന റാത്തോർ വരികയാണെങ്കിൽ ഒരു പക്ഷേ രാജസ്ഥാൻ റോയൽസിൻ്റെ ബാറ്റിങ്ങിൽ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിരിക്കും. ആദ്യ 2 മത്സരങ്ങളിലും ഫ്ലോപ്പായ പ്ലെയറാണ് നിതീഷ് റാണ. അതോടൊപ്പം തന്നെ ബോളിങ്ങിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം, RRനെ സംബന്ധിച്ച് ഈ ഒരു സീസണിൽ ആദ്യ 2 മത്സരങ്ങളും അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ വളരെ ശോകം തന്നെയായിരുന്നു. കാരണം 12 കോടിക്ക് കൊണ്ടുവന്ന ആർച്ചർ 2 മത്സരങ്ങളിലായിട്ട് ഏതാണ്ട് 100-ൽ പുറത്ത് റൺസ് വിട്ടു നൽകുകയും 1 വിക്കറ്റ് പോലും സ്വന്തമാക്കാൻ സാധിച്ചതുമില്ല അദ്ദേഹത്തിന്. സോ അടുത്ത മത്സരത്തിൽ ആർച്ചറെ ഒരു പക്ഷേ RR പുറത്തിരുത്തേക്കും. അദ്ദേഹത്തിന് പകരക്കാരനായിട്ട് സൗത്ത് ആഫ്രിക്കയുടെ യുവതാരം 18 വയസ്സ് മാത്രം പ്രായമുള്ള കൊനാ മഫാക്കെ രാജസ്ഥാൻ റോയൽസ് ആർച്ചറിനെ പകരക്കാരനായിട്ട് 11-ലേക്ക് കൊണ്ടുവരാനും സാധ്യതയുണ്ട്. നിലവിൽ അല്ലെങ്കിൽ IPLന് തൊട്ട് മുമ്പ് നടന്ന സൗത്ത് ആഫ്രിക്കയുടെ മത്സരങ്ങളിലടക്കം വളരെ മികച്ച പ്രകടനമാണ് യുവതാരം കാഴ്ചവെച്ചിട്ടുള്ളത്. കഴിഞ്ഞ IPL സീസണിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയും അദ്ദേഹം IPL കളിച്ചിട്ടുണ്ട്. കൺസിസ്റ്റൻസ് ആയിട്ട് 140-ന് മുകളിൽ പന്തെറിയാൻ പറ്റുന്ന താരം, ഒരു വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി ഉള്ള പ്ലെയർ കൂടിയാണ്. സോ നിലവിൽ ഫോം ഔട്ടായി നിൽക്കുന്ന ആർച്ചർക്ക് പകരം അടുത്ത മത്സരത്തിൽ ഫോമിൽ നിൽക്കുന്ന കൊനാ മഫാക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഒരു പക്ഷേ അത് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ബോളിങ്ങിന് ഒന്നുകൂടി മൂർച്ച കൂട്ടാൻ RRന് സാധിച്ചേക്കും. അതോടൊപ്പം തന്നെ നിലവിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ബോളിങ്ങിൽ ഉള്ള 2 പ്രധാനപ്പെട്ട സ്പിൻ ബോളേഴ്സാണ് വരുന്തു ഹസരംഗയും മഹേഷ് തീക്ഷണയും. സോ നമുക്കറിയാം, അടുത്ത മത്സരം നടക്കാൻ പോകുന്നത് ഗുവാഹട്ടിയിലാണ്. സ്പിൻ
പിച്ചാണ് ഗുവാഹട്ടിയിൽ. കാരണം കഴിഞ്ഞ മത്സരത്തിൽ KKR-നെതിരായിട്ടുള്ള പരാജയം നേരിട്ട പോരാട്ടത്തിൽ KKR-ന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുത്ത അവരുടെ സ്പിൻ ബൗളേഴ്സായിരുന്നു. സോ വേണമെങ്കിൽ രാജസ്ഥാൻ റോയൽസിന് CSK നേരിടാൻ ഇറങ്ങാൻ പോകുമ്പോൾ ഒരു എക്സ്ട്രാ സ്പിന്നറെ കൂടി വേണമെങ്കിൽ അവർക്ക് തങ്ങളുടെ ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. കുമാർ കാർത്തിക് എന്നൊരു പ്ലെയർ അവരുടെ നിരയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. സോ വേണമെങ്കിൽ ഒരു എക്സ്ട്രാ സ്പിന്നറെ കൂടി രാജസ്ഥാൻ റോയൽസിന് സ്പിൻ പിച്ചിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചേക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.